ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ അറിവ്. ഇന്ന് നമ്മൾ വണ്ടി മേടിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് കാറിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത്. നമുക്ക് ഈ 2022 നമ്മുടെ ഗ്ലോബൽ എൻഗ്യാപ്പ് ക്രാഷ് ടെസ്റ്റ് നടത്തിയതിൽ ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഉള്ള കുറച്ച് വണ്ടികൾ നോക്കാം. നമ്മൾ ഈ വീഡിയോയിൽ ചേർക്കുന്ന എല്ലാ വണ്ടികളും ഗ്ലോബൽ എൻഗ്യാപ്പ് ടെസ്റ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ 2022 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ടെസ്റ്റ് നടത്തിയ വണ്ടികൾ മാത്രമേ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിനു മുമ്പ് 2021 ഇവയിലൊക്കെ ടെസ്റ്റ് ചെയ്തൊന്നും നമ്മൾ ഉൾപ്പെടുത്തില്ല. ഏറ്റവും പുതിയ കുറച്ച് വണ്ടികൾ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇതിനു മുമ്പ് നമ്മൾ ഗ്ലോബൽ എൻഗ്യാപ്പും യൂറോ എൻഗ്യാപ്പും കമ്പയർ ചെയ്ത് ഒരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ പൊക്കത്തുള്ള ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഗ്ലോബൽ എൻഗ്യാപ്പ് എന്ന് പറയുന്നതിനേക്കാളും ഒരുപാട് വേറിട്ട രീതിയിൽ നല്ലപോലെ തന്നെ സേഫ്റ്റി സ്റ്റാൻഡേർഡൊക്കെ നോക്കിയാണ് യൂറോ എൻഗ്യാപ്പിൽ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു വീഡിയോ കാണുമ്പം അത് നിങ്ങൾക്ക് മനസ്സിലാവും. പൊക്കത്ത് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയുന്നതാണ്. ഈ ഒരു വണ്ടികൾ നോക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ടെസ്റ്റ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ ഒരു ഗ്ലോബൽ എൻഗ്യാപ്പിൽ ചെയ്യുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് ഫ്രണ്ടൽ ഓഫ്സെറ്റ് ക്രാഷ് ആണ്. വണ്ടി നേരെ കൊണ്ടുപോയി ഓഫ്സെറ്റ് ആയിട്ട് ഒരു ഒബ്ജക്റ്റിൽ ഇടിപ്പിക്കും. 64 km/h സ്പീഡിലാണ് ഇടിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സൈഡ് ഇമ്പാക്ട് ടെസ്റ്റ് ഉണ്ട്. വണ്ടിയുടെ സൈഡ് ഇട്ട് ഒരു വേറെ വണ്ടിയോട് ഇടിപ്പിക്കും. 50 km/h ഇടിപ്പിച്ച് നോക്കുന്നത്. അതേപോലെ തന്നെ പുതിയതായിട്ട് ഇതിൽ പോൾ ടെസ്റ്റ് മറ്റുണ്ട്. ഒരു നാരോ പാർട്ട്, അതായത് ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു തൂണോ അതേപോലത്തെ സാധനത്തിൽ പോയി വണ്ടിയുടെ സൈഡ് ഇടിച്ചാൽ എന്തോരം ഇമ്പാക്റ്റ് ഉണ്ടാവും നോക്കുന്നതാണ് പോൾ ടെസ്റ്റ്. ഇത് 29 km/h സ്പീഡിലാണ് ചെയ്യുന്നത്. പിന്നെ പെഡസ്ട്രിയൻ വേണ്ട ഒരുപാട് ടെസ്റ്റുകളുണ്ട്. നമ്മുടെ വണ്ടിയിൽ വേറൊരു അടിക്കുകയാണെങ്കിൽ അയാളുടെ തല വന്ന് നമ്മുടെ ബോണ്ടേ കൊണ്ടാ അയാൾക്ക് എന്തൊക്കെ പരിക്കുണ്ടാവും നോക്കും. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഇട്ട് അയാളുടെ കാലിൽ നിടിക്കാൻ നേരത്ത് കാലിലുണ്ടാകുന്ന പരിക്കുകൾ നോക്കും. അതേപോലെ തന്നെ വണ്ടിയുടെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളും ഇവർ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് വണ്ടിക്ക് ഒരു സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നത്. ഈ ടെസ്റ്റിൽ എങ്ങനെയാണ് വണ്ടി പെർഫോം ചെയ്തത് അതൊക്കെ നോക്കിയാണ് വണ്ടിക്ക് സ്റ്റാർ റേറ്റിംഗും അതേപോലത്തെ മാർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ആദ്യ വണ്ടി ഫോക്സ്വാഗൺ ടൈഗൂൺ ആണ്. ഈ ഒരു വണ്ടി അഡൽട്ട് സേഫ്റ്റിയിലും 5 സ്റ്റാർ നേടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചൈൽഡ് സേഫ്റ്റിയിലും 5 സ്റ്റാർ നേടിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു വണ്ടി ചൈൽഡ് സേഫ്റ്റിയിൽ ഗ്ലോബൽ എൻഗ്യാപ്പിൽ 5 സ്റ്റാർ നേടുന്നത്. അഡൽട്ട് സേഫ്റ്റിയിൽ 34 മാർക്കിൽ 29 ഈ ഒരു വണ്ടി സ്കോർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ചൈൽഡ് സേഫ്റ്റിയിൽ 49 42 ഈ ഒരു വണ്ടി സ്കോർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബേസ് മോഡലാണ് ടെസ്റ്റ് ചെയ്തത്. ഇതിൻ്റെ ഫ്രണ്ടിൽ 2 എയർ ബാഗുകളുണ്ട്. അതേപോലെ തന്നെ ABS ഉണ്ട്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഉണ്ട്, ട്രാക്ഷൻ കൺട്രോളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ 6 എയർ ബാഗുള്ള മോഡലാണ് പോൾ ടെസ്റ്റ് ചെയ്തത്. അതും പോൾ ടെസ്റ്റിൽ നല്ലപോലെ തന്നെ വിജയകരമായി പൂർത്തിയാക്കി. പിന്നെ ഈ ഒരു വണ്ടിയാണ് ഗ്ലോബൽ എൻഗ്യാപ്പിൻ്റെ പുതിയ രീതിയിൽ ക്രാഷ് ടെസ്റ്റ് ചെയ്തത്. അതായത് അവർ ഈ വർഷം കുറേ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്തത് ഈ ഒരു വണ്ടിയിലാണ്. അപ്പോൾ ഇത് ശരിക്കും അഡ്വാൻസ്ഡ് ആയ ശരിക്കും സേഫ്റ്റി ഉള്ള വണ്ടിയാണ്. ഇനിയുള്ള വണ്ടികൾ പറയുന്നത് നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാകും. ഈ വണ്ടിയാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയ രീതിയിൽ അവർ ക്രാഷ് ടെസ്റ്റ് ചെയ്തേക്കുന്നത്. വണ്ടിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 11.5 ലക്ഷം രൂപയിലാണ്. അതേപോലെ തന്നെ സ്കോഡയുടെ കുഷാക്കിലും ഈ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൻ്റെ സേഫ്റ്റി റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഏതാണ്ട് എക്സാക്ട്ലി സെയിം തന്നെയാണ്. കാരണം രണ്ട് വണ്ടിയും ഒരേപോലെ തന്നെയാണ്. ഈ കാണുന്ന അതിൻ്റെ ഒരു ഗ്രാഫാണ്. അതായത് ക്രാഷ് ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞ് വണ്ടിയുടെ കോ പാസഞ്ചറിനും ഡ്രൈവറിനും പറ്റിയ പരിക്കുകളാണ് കാണിക്കുന്നത്. അതിൻ്റെ തീവ്രതയൊക്കെയാണ് ഈ ഒരു ഗ്രാഫിലൂടെ കാണിക്കുന്നത്. ഇതിൽ ടൈഗൂണിൽ നോക്കുകയാണെങ്കിൽ കോ പാസഞ്ചറിൻ്റെ ഹെഡിനും കുഴപ്പമില്ല, അത് ഗുഡാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ചെസ്റ്റും ഗുഡാണ്, ലെഗും ഗുഡാണ്. എന്നാൽ ഡ്രൈവറിൻ്റെ ഹെഡ് ഗുഡാണ്, പക്ഷേ ചെസ്റ്റ് വന്നേക്കുന്നത് അഡിക്യൂറ്റാണ്. അതേപോലെ തന്നെ ലെഗ് അഡിക്യൂറ്റും മാർജിനിലും ആണ്. അടുത്ത വണ്ടി നമ്മുടെ ഹോണ്ടയുടെ ജാസ് ആണ്. കുറേ നാളായിട്ട് ഈ ഒരു വണ്ടി മാർക്കറ്റിലുണ്ടെങ്കിലും 2022 ഈ വണ്ടിയുടെ ക്രാഷ് ടെസ്റ്റ് അവർ നടത്തിയത്. ഇതിന് 4 സ്റ്റാർ റേറ്റിംഗ് ആണ് സേഫ്റ്റിയിൽ കൊടുത്തേക്കുന്നത്. അഡൽട്ട് സേഫ്റ്റിയിൽ 4 സ്റ്റാറും ചൈൽഡ് സേഫ്റ്റിയിൽ 3 സ്റ്റാറും കിട്ടുന്നുണ്ട്. മാർക്ക് നോക്കുകയാണെങ്കിൽ അഡൽട്ട് സേഫ്റ്റിയിൽ 17 മാർക്കിൽ 13.89 സ്കോർ വന്നേക്കുന്നത്. ചൈൽഡ് സേഫ്റ്റിയിൽ 49 31.54 സ്കോർ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ ABSും കൊടുത്തിട്ടുണ്ട്, 2 എയർ ബാഗും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റാർ റേറ്റിംഗ് കുറഞ്ഞു പോകാനുള്ള ഒരു കാരണം പറയുന്നത് ഇതിൻ്റെ കുറഞ്ഞ വേരിയൻറ്റുകളിൽ 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഐസോഫിക് സീറ്റും ഇതിൽ വന്നിട്ടില്ല. ഈ വണ്ടിയുടെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ കോ പാസഞ്ചറിൻ്റെ ഹെഡ് ഗുഡാണ്, ചെസ്റ്റും ഗുഡാണ്. പക്ഷേ ലെഗ് നോക്കുകയാണെങ്കിൽ അപ്പർ ലെഗ് മാർജിനിലാണ്, ലോവർ ലെഗ് അഡിക്യൂറ്റ് ആണ്. അതേപോലെ തന്നെ ഡ്രൈവറിൻ്റെ ഹെഡ് ഗുഡാണ്, ചെസ്റ്റ് അഡിക്യൂറ്റ് ആണ്, അപ്പർ ലെഗ് മാർജിനിലാണ്, അതേപോലെ തന്നെ ലോവർ ലെഗ് അഡിക്യൂറ്റ് ആണ്. 8,16,000 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ എക്സ് ഷോറൂം പ്രൈസ്. അടുത്ത വണ്ടി ടൊയോട്ടയുടെ അർബൻ ക്രൂസറാണ്. ഈ വണ്ടി ടൊയോട്ട ഡിസ്കണ്ടിന്യൂഡ് ആക്കിയായിരുന്നു. എങ്കിലും ഈ വർഷം ക്രാഷ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ വണ്ടിയുടെ കാര്യം പറയുന്നതേ ഉള്ളൂ. ഇതിനും 4 സ്റ്റാർ റേറ്റിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അഡൽട്ടിന് 4ഉം അതേപോലെ തന്നെ ചൈൽഡ് സേഫ്റ്റിയിൽ 3ഉം. മാർക്ക് നോക്കുകയാണെങ്കിൽ അഡൽട്ട് സേഫ്റ്റിയിൽ 17 മാർക്കിൽ 13.52 മാർക്കും ചൈൽഡ് സേഫ്റ്റിയിൽ 49 36.68 മാർക്കുമാണ് ഈ ഒരു വണ്ടി സ്കോർ ചെയ്തേക്കുന്നത്. ബേസ് വേരിയൻറ്റിൽ 2 എയർ ബാഗുകളുണ്ട്. അതേപോലെ തന്നെ ABSും കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷറും ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്.
വണ്ടിയുടെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ കോ പാസഞ്ചറിൻ്റെ ഹെഡ് ഗുഡാണ്, ചെസ്റ്റ് ഗുഡാണ്, അപ്പർ ലെഗിൽ ഗുഡും മാർജിനും ആയിട്ടുണ്ട്, ലോവർ ലെഗ് ഗുഡാണ്. ഇനി ഡ്രൈവറിൻ്റെ കാര്യം വരികയാണെങ്കിൽ ഹെഡ് ഗുഡാണ്, ചെസ്റ്റ് അഡിക്വിറ്റ് ആണ്, ലോവർ ലെഗ് അഡിക്വിറ്റ് ആണ്, പക്ഷേ അപ്പർ ലെഗ് മാർജിനലാണ്. അടുത്ത നമ്മുടെ റൈനോയുടെ കൈഗറാണ്. റൈനോ കൈഗറിന് കിട്ടിയിരിക്കുന്നത് 4 സ്റ്റാർ റേറ്റിംഗ് ആണ്. അതേപോലെ തന്നെ നിസാൻ മാഗ്നറ്റിനും 4 സ്റ്റാർ റേറ്റിംഗ് തന്നെ കിട്ടിയിരിക്കുന്നത്. രണ്ട് വണ്ടിയും ഒന്ന് തന്നെയാണ്, രണ്ട് ബ്രാൻഡിങ്ങിൽ വരുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ വണ്ടിയുടെ ആ ഒരു സ്കോർ നോക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ നമ്മുടെ റൈനോ കൈഗറിനാണ്. അതായത് 4 സ്റ്റാറാണ് അഡൽട്ട് സേഫ്റ്റിയിൽ കിട്ടുന്നത്. 17 മാർക്കിൽ 12.34 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ചൈൽഡ് സേഫ്റ്റി നോക്കുകയാണെങ്കിൽ 2 സ്റ്റാറായിട്ട് ഇട്ടേക്കുന്നത്. അതിൽ തന്നെ 49ൽ 21.05 മാർക്ക് കിട്ടിയേക്കുന്നത്. ഇനി മാഗ്നറ്റ് നോക്കുകയാണെങ്കിൽ മാഗ്നറ്റിന് 4 സ്റ്റാറാണ് അഡൽട്ട് സേഫ്റ്റിയിൽ കിട്ടിയേക്കുന്നത്. അതിൽ 17 മാർക്കിൽ 11.85 സ്കോർ. 2 സ്റ്റാറാണ് ചൈൽഡ് സേഫ്റ്റിയിൽ. 49 മാർക്കിൽ 24.88 സ്കോർ കൊടുത്തേക്കുന്നത്. രണ്ട് വണ്ടികളിലെയും ബേസ് വേരിയന്റിൽ 2 എയർ ബാഗുകളാണ് കൊടുത്തേക്കുന്നത്. ABS വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോളും വരുന്നുണ്ട്. അതേപോലെ തന്നെ 3-point സീറ്റ് ബെൽറ്റും വരുന്നില്ല, ഐസോ ഫിക്സ് സീറ്റും വരുന്നില്ല. പ്രൈസ് നോക്കുകയാണെങ്കിൽ കൈഗറിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6 ലക്ഷം രൂപയിലാണ്. മാഗ്നറ്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5.97 ലക്ഷം രൂപയിലാണ്. ഗ്രാഫ് നോക്കിയാലും രണ്ട് വണ്ടിയുടെയും സെയിം തന്നെയാണ്. കോ പാസഞ്ചറിൻ്റെ ഹെഡ് ഗുഡാണ്, ചെസ്റ്റ് അഡിക്വിറ്റ് ആണ്, അപ്പർ ലെഗ് വന്നേക്കുന്നത് ഗുഡും മാർജിനുമായിട്ടുണ്ട്, ലോവർ ലെഗ് അഡിക്വിറ്റും ഗുഡുമായിട്ടുണ്ട്. ഇനി ഡ്രൈവറിനെ നോക്കുകയാണെങ്കിൽ ഹെഡ് ഗുഡാണ്, ചെസ്റ്റ് മാർജിനലാണ്, അപ്പർ ലെഗ് മാർജിനലാണ്, ലോവർ ലെഗ് അഡിക്വിറ്റുമായിട്ടുണ്ട്, അതേപോലെ തന്നെ ഗുഡുമായിട്ടുണ്ട്. അടുത്ത വണ്ടി നമ്മുടെ ഹുണ്ടായുടെ i20 ആണ്. 3 സ്റ്റാർ റേറ്റിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അഡൽട്ട് സേഫ്റ്റിയിൽ 3 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ചൈൽഡ് സേഫ്റ്റിയിലും 3 സ്റ്റാർ ഇട്ടിട്ടുണ്ട്. സ്കോർ നോക്കുകയാണെങ്കിൽ അഡൽട്ട് സേഫ്റ്റിയിൽ 17 മാർക്കിൽ 8.8 കിട്ടിയേക്കുന്ന മാർക്ക്. ചൈൽഡ് സേഫ്റ്റിയിൽ 49ൽ 36.8 മാർക്ക് കിട്ടിയേക്കുന്നത്. ബേസ് മോഡലിൽ 2 എയർ ബാഗും വരുന്നുണ്ട്, ABSും വരുന്നുണ്ട്, സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷനും വരുന്നുണ്ട്, ഐസോ ഫിക്സും വരുന്നുണ്ട്. വണ്ടിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7 ലക്ഷം രൂപയിലാണ്. വണ്ടിയുടെ ബോഡി ഷെല്ലിന് അത്രയ്ക്ക് ഉറപ്പില്ലെന്നാണ് ഗ്ലോബൽ എൻഗ്യാപ്പ് പറഞ്ഞേക്കുന്നത്. i20യുടെ ഗ്രാഫാണ് ഈ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം വില കൂടിയ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് വരുന്നത് നമ്മുടെ i20 നല്ലപോലെ തന്നെ വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലും കൂടിയാണ്. അപ്പോൾ ഈ ഒരു 3 സ്റ്റാർ എന്നത് അത്രയ്ക്ക് നല്ലൊരു സേഫ്റ്റി റേറ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. ഇത് നമ്മുടെ ഹുണ്ടായുടെ ക്രെറ്റയാണ്. ഈ വണ്ടിക്കും 3 സ്റ്റാർ റേറ്റിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അഡൽട്ട് സേഫ്റ്റിയിലും 3 സ്റ്റാർ ഇട്ടിട്ടുണ്ട്, ചൈൽഡ് സേഫ്റ്റിയിലും 3 സ്റ്റാർ ഇട്ടിട്ടുണ്ട്. മാർക്ക് എന്ന് പറയുന്നത് അഡൽട്ട് സേഫ്റ്റിയിൽ 17ൽ 8 മാർക്കും ചൈൽഡ് സേഫ്റ്റിയിൽ 49ൽ 28.29 മാർക്ക് കിട്ടിയേക്കുന്നത്. ബേസ് വേരിയന്റിൽ 2 എയർ ബാഗും വരുന്നുണ്ട്, ABSും വരുന്നുണ്ട്, സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷനും വരുന്നുണ്ട്. ഈ വണ്ടിയുടെയും ബോഡി ഷെല്ലിന് വലിയ ഉറപ്പില്ലെന്നാണ് ഗ്ലോബൽ എൻഗ്യാപ്പ് പറഞ്ഞേക്കുന്നത്. വണ്ടിയുടെ ഫ്ലോറിൻ്റെ ഭാഗത്തൊക്കെ ഉറപ്പ് വളരെ കുറവാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ലോവർ ട്രിമ്മിൽ ഐസോഫിക് സീറ്റ് പോലത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല, അതൊക്കെ അപ്പർ വേരിയന്റിൽ മാത്രമേ വരുന്നുള്ളൂ. ഇതാണ് വണ്ടിയുടെ ആ ഒരു ഗ്രാഫ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം വില കൂടിയ നല്ലപോലെ തന്നെ വിറ്റ് പോകുന്ന വേറൊരു ഹുണ്ടായുടെ വണ്ടി കൂടിയാണ്. പക്ഷേ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഈ ഒരു വണ്ടിയും കുറച്ച് പുറകാണ്. 3 സ്റ്റാർ ഇത്രയും വില കൊടുത്ത് വാങ്ങുന്ന വണ്ടിക്ക് 3 സ്റ്റാർ കുറവ് തന്നെയാണ്. ഈ സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ സേഫ്റ്റി കൂടിയ വേറെയും ഒരുപാട് വണ്ടികൾ നമുക്ക് കിട്ടുന്നതാണ്. ലാസ്റ്റ് ആയിട്ടുള്ള വണ്ടി നമ്മുടെ കിയയുടെ കരീൻസ് ആണ്. ഈ വണ്ടിക്ക് 3 സ്റ്റാർ റേറ്റിംഗ് ആണ് അവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിലെ അത്യാവശ്യം സേഫ്റ്റി ഉള്ള 2022 കാർ ടെസ്റ്റ് ചെയ്ത വണ്ടികൾ എന്ന് പറയുന്നത്. നമ്മൾ കാർ വാങ്ങുമ്പോൾ മൈലേജും വിലക്കുറവും സർവീസ് സെൻ്ററുകളുടെ എണ്ണവും ഫീച്ചേഴ്സും അതേപോലത്തെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് കൂട്ടത്തിൽ സേഫ്റ്റിക്കും നല്ലപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും അപകടം പിടിച്ചൊരു സ്ഥലമാണ് നമ്മുടെ ഇന്ത്യയിലെ റോഡുകൾ എന്ന് പറയുന്നത്. അതിൽ കൂടെയാണ് നമ്മൾ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് പോകുന്നത് ഓർക്കണം. അപ്പോൾ സേഫ്റ്റിക്കും നല്ലപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.